കട്ടപ്പനയിൽ ബാങ്കിന് മുമ്പിൽ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത സംഭവം. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുമ്പിലാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഇങ്ങേര് 2007 മുതൽ സമ്പാദിച്ച പൈസ ഫുള്ള് പുറത്തു പോയി ചോര നീരാക്കി സമ്പാദിച്ച 60 ലക്ഷം രൂപ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും പിന്നെ പല ഘട്ടങ്ങളിലായിട്ട് അയാൾ അത് വിഡ്രോ ചെയ്ത് ഇപ്പോൾ ഒരു 14 ലക്ഷം രൂപ അതിൻ്റെ ഇൻട്രസ്റ്റും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നപ്പോൾ ഈ പാവം അത് അവിടെ ചെന്ന് ചോദിച്ചടേ, അതിൽ ഇവരെല്ലാവരും കൂടി അയാളെ ആട്ടിത്തുപ്പി ചീത്തയും പറഞ്ഞ് കയ്യും വെച്ച് വിട്ടു. ഇത് കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് CPIM മുൻ കട്ടപ്പന ഏരിയ സെക്രട്ടറി ആൻഡ് ബാങ്കിൻ്റെ മുൻ പ്രസിഡൻറ്റും ആയിട്ടുള്ള ഒരാളെ ഇയാൾ വിളിച്ചു ഹെൽപ്പിന് വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ അടിച്ച ഡയലോഗ് നിങ്ങൾ കേൾക്കാം. ഭയങ്കര പണിയാ പണിയുന്നേ. നിങ്ങളവരെ പിടിച്ച് തല്ലുകയും നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഈ മാസത്തെ പൈസ തന്നിട്ട് നിങ്ങളത് പോയിട്ട് നിങ്ങൾ ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക്. എന്റെ സഹാബേ നിങ്ങൾക്ക് വിഷയമൊന്നും മാറ്റണ്ട. നമ്മളത് അറിഞ്ഞിട്ട് വിടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹോദരനാണെങ്കിൽ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടാ. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടാ. നിങ്ങൾ ആലോചിക്കണം, നിക്ഷേപകനാണ്, ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്ത ആളല്ല. ചില സഖാക്കന്മാരെങ്ങനെ അറിയോ, അവർക്കിപ്പോൾ കക്ക മുക്ക നക്കെന്ന് മാത്രമേ ഉള്ളൂ അവരുടെ മുദ്രാവാക്യം. വീട്ടിൽ പൈസ വെച്ചാൽ കള്ളം കെട്ടുണ്ടോ എന്ന് വെച്ചിട്ടാണ് ഇതേപോലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പലരും കൊണ്ടുവരുന്നത്. അവിടെ ഇരിക്കുന്നത് അതിലും പെരും കള്ളന്മാർ.